ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എഴുന്നേറ്റോ? ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് ദോശയൊക്കെ ചുടാൻ തുടങ്ങിയിട്ടുണ്ടേ. കണ്ടില്ലേ നിങ്ങൾ? ഇത് തലേദിവസം അരച്ച് വെച്ച ദോശേൻ്റെ കൂട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ. പച്ചരിനകത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ കുതിർത്തി വെച്ച് തലേദിവസം തന്നെ വൈകുന്നേരം ആൻറ്റി അരച്ച് വെച്ച കൂട്ടാണ്. അതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ദോശയൊക്കെ ചുടുന്നത്. മോശമൊന്നുമില്ല, ദോശ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കൂട്ട്, കണ്ടില്ലേ? ഇന്ന് കുറച്ച് കുതിർത്തിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ദോശ കുറച്ചെണ്ണേ ഉള്ളൂ. മറ്റേ ദോശ ചുട്ട് കഴിഞ്ഞാലും തീരുകയില്ല. എന്നാലും ചുടാൻ മോശമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ എനിക്ക് ദോശ ചുട്ടിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതിലിടയ്ക്ക് തന്നെ ഞാൻ പുറത്ത് പോയി മാംഗോ ഒക്കെ പൊറുക്കിയിട്ട് വന്നു. കണ്ടില്ലേ, ഇന്നിപ്പോൾ ആകെ 4-5 മാങ്ങയേ ഉള്ളൂ. ഇപ്പം മാംഗോസൊക്കെ ഏകദേശമൊക്കെ വീണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്രയേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു മസാല ചായ കുടിച്ചാലോ? ഇന്ന് ഏതായാലും ഞാൻ മസാല ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളക്കുന്നുണ്ട്, കണ്ടില്ലേ? ഞാൻ കുറച്ച് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര അധികമൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം അറിയാലോ പഞ്ചസാര അത്ര നല്ലൊന്നും അല്ലല്ലോ ആരോഗ്യത്തിന്. പക്ഷെ തീരെ മധുരം ഇടാതെ കുടിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമൊക്കെ അതിൽ ആഡ് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ചായപ്പൊടിയാണ്. അതും അതിലിട്ടിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പട്ടേൻ്റെ പൗഡറില്ലേ, പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ആ പൊടി ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി തന്നെയാണ് മസാല ചായ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇത് മൊത്തത്തിലൊന്നും ഇടാറില്ല. ചായപ്പൊടിയും പഞ്ചസാരയും അതിൻ്റെ കൂടെ ആ ഒരു പട്ടേൻ്റെ പൊടിയും മാത്രമേ ഇടാറുള്ളൂ. ഇന്ന് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് കുറച്ച് വെച്ചു. നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെച്ചത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചതാ. ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ റൂണിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ മുകളിലേക്ക് വന്നതായിരുന്നു. സുന്ദരിക്കുട്ടി അങ്ങ് തട്ടത്തവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഞാൻ വന്ന് അവിടെ ഇരുന്നപ്പോഴേക്കും വാലൊക്കെ ആട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് രാവിലെ തന്നെ ഞാൻ ഒരു ട്രിപ്പ് ഫുഡ് കൊടുത്തു കഴിഞ്ഞത്. ഇപ്പോൾ 2ാമത്തെ തവണ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അതൊക്കെ റസ്ക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. റസ്ക് കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. റസ്ക് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറേ സമയം അവളിങ്ങനെ എടുത്തിരിക്കണം. അതിനെ ഭയങ്കര ഇഷ്ടമാണ്. വാലൊക്കെ ആട്ടുന്നുണ്ട്, കണ്ടില്ലേ? ആ റസ്ക് അവിടെ ഇരുന്ന് അവൾ കറുമുറ കടിച്ച് തിന്നും. സാധാരണ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് ചാടി തുള്ളുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ അത് റസ്ക് വായിൽ കടിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ മൊത്തമാണ് അവളെ ശ്രദ്ധയുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് അവൾക്ക് തിരിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുക. രാവിലെ പോകുന്നതിൻ്റെ തിരക്കിലാണ് അവൾക്ക് ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പപ്പീസൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ എൻ്റെ റൂണിക്കുട്ടിയാണ്, റൂണി. ലാബിനെ നിങ്ങൾ കണ്ടതല്ലേ? ലാബും അതുപോലെ തന്നെ കസ്തൂരിക്കുട്ടിയുണ്ട്. കസ്തൂരി പിന്നെ നാടനാണ്, എന്നാലും നല്ല അനുസരണയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ റൂണി ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഒരുവിധമൊക്കെ അവൾ മെരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ കുറച്ച് കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് വെച്ചിന്, അതിൻ്റെ അവളെ മുഖത്തൊക്കെ കാണുന്നത്. ഓക്കെ, ബൈ ബൈ.